ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഡീപ്പ് മീനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതെ, അള്ളാഹു നിനക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാത്തിനും പിന്നിൽ അള്ളാഹുവിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിലേക്ക് നമ്മൾ വീണു പോകുമ്പോൾ, നമ്മുടെ ലൈഫ് വഴിതെറ്റി പോകുമ്പോൾ, അങ്ങനെ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ പ്രയാസങ്ങളിലും വേദനകളിലും അള്ളാഹു നമ്മളെ അതിലൂടെ തിരികെ വിളിക്കുകയാണ്. നീ എൻ്റെ അടുക്കിലേക്ക് മടങ്ങിവാ എന്ന് അള്ളാഹു നിരന്തരം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ലൈഫിലെ ഓരോ വേദനയും ദുരിതവും പ്രയാസവും ചിലപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളാകാം. അത് നമ്മെ തകർക്കാനല്ല, തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ്. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ് ലഭിക്കുന്നത്? ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, നാം അവർക്ക് നമ്മുടെ അടയാളങ്ങൾ ആകാശതലങ്ങളിലും അവരുടെ സ്വയം ഉള്ളിലും കാണിച്ചു കൊണ്ടിരിക്കും, അത് സത്യമായി തീരുന്നതുവരെ എന്ന്. അള്ളാഹു നമ്മെ വിളിക്കുന്നത് നേരിട്ട് ശബ്ദത്തിലല്ല. അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളിലൂടെയാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ചിലപ്പോൾ നിനക്കൊരുപാട് നഷ്ടം വരും, അല്ലെങ്കിൽ ആരെങ്കിലും നിന്നിൽ നിന്ന് അകന്നു പോകും, അതുമല്ലെങ്കിൽ നീ തെറ്റിലേക്ക് വീണു പോകും. ഇതൊന്നും ശിക്ഷകളല്ല, അള്ളാഹുവിൻ്റെ ഒരു വാണിംഗ് ആണ്. നീ നിന്റെ പ്രവൃത്തികൾ നിർത്തുക, നീ തെറ്റായ വഴിയാണ് പോകുന്നതെന്ന് അള്ളാഹു നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷ്മമായൊരു ബോധം ഉണ്ടാക്കുന്നു. അതിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് തെറ്റെന്താണ് ശരിയെന്താണെന്ന്. അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ് അത് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ വിളി. എന്നാൽ പലരും ആ ഒരു മുന്നറിയിപ്പ് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, മനുഷ്യന് നാം അനുഗ്രഹം നൽകിയാൽ അവൻ അതിൽ നിന്നും തിരിഞ്ഞ് മാറിപ്പോകുന്നു. ദോഷം തൊടുമ്പോഴാണ് അവൻ വ്യാപകമായി പ്രാർത്ഥനയിൽ മുഴുകുന്നത് എന്ന്. ഇത് നമ്മളിൽ പലരുടെയും സ്വഭാവമാണ്. സുഖം കിട്ടുമ്പോൾ അള്ളാഹുവിനെ മറക്കുകയും ദുഃഖം വന്നാൽ യാ അല്ലാ എന്ന് വിളിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അള്ളാഹു അതിനും ഒരു പരിധി വെച്ചിട്ടുണ്ട്. മുന്നറിയിപ്പ് കിട്ടിയിട്ടും മടങ്ങിയില്ലെങ്കിൽ അള്ളാഹു ചിലപ്പോൾ കഠിനമായൊരു പാഠം നമ്മൾക്ക് പഠിപ്പിക്കും. അത് നാശമല്ല, അത് തൗബയുടെ വഴിയിലേക്ക് നമ്മെ നയിക്കുന്ന പാഠമായിരിക്കും. അള്ളാഹു പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും വഴിതെറ്റിയാൽ ഞാൻ അവനെ കഠിന ശിക്ഷയാൽ തൊടും, പിന്നെ അവൻ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുമെന്ന്. തീർച്ചയായും അള്ളാഹു നമുക്ക് വിവിധ തരത്തിൽ അല്ലെങ്കിൽ ഒരുപാട് വഴികളിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ലൈഫിലെ വേദനകളിലൂടെ, ഒന്നുകിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട്, അല്ലെങ്കിൽ നഷ്ടം, അല്ലെങ്കിൽ രോഗം. ഇവയെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള വേക്കപ്പ് കോൾസ് ആകാം. അള്ളാഹു നിന്നോട് പറയുന്നു, നിനക്ക് എൻ്റെ ഓർമ്മയില്ലാതെ നീ പോകുകയാണെന്ന്. രണ്ട്, പ്രവാചകന്മാരുടെയും മുൻകഴിഞ്ഞു പോയവരുടെയും കഥകളിലൂടെ. മൂന്ന്, ആത്മാവിൻ്റെ ശബ്ദത്തിലൂടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ ഒരു വാക്കുണ്ട്, നീ തെറ്റായ ദിശയിലാണ് എന്ന്. അതെ, അതാണ് അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ്. മുന്നറിയിപ്പ് കേട്ട് മടങ്ങുന്നവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ വാക്ക് കേട്ട് അതിലേറ്റവും നല്ലത് അനുസരിക്കുന്നവരെയാണ് അള്ളാഹു വഴികാട്ടിയവരാക്കുന്നത് എന്ന്. അവർ തെറ്റുകൾ ചെയ്തു, വീണുപോയി, പക്ഷെ അവർ തൗബ ചെയ്തു, അവർ കരഞ്ഞു, തഹജ്ജുദിലൂടെ മടങ്ങിയെത്തി. അള്ളാഹു അത്തരക്കാരെ വളരെയധികം സ്നേഹിക്കുന്നു. തീർച്ചയായും അള്ളാഹു തൗബ ചെയ്യുന്നവരെയും സ്വയം ശുദ്ധമാക്കുന്നവരെയും സ്നേഹിക്കുന്നു എന്ന് ഖുർആനിലൂടെ പറയുന്നു. അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ് കേട്ട് ഹൃദയം മാറ്റുന്നവർ അവർ തന്നെയാണ് വിജയികളായവർ. ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നു, എൻ്റെ ദാസന്മാരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കരുണയിൽ നിരാശരാകരുത്. തീർച്ചയായും അള്ളാഹു എല്ലാ പാപങ്ങളെയും പുറത്തു കൊടുക്കുമെന്ന്. ഇതാണ് മുന്നറിയിപ്പിൻ്റെ അർത്ഥം. ശിക്ഷയ്ക്ക് മുമ്പ് ലഭിക്കുന്ന കരുണയുടെ അവസരം. അള്ളാഹു നിന്നെ മുന്നറിയിപ്പ് അറിയിക്കുന്നത് നിനക്ക് ഭയം നൽകാനല്ല, മറിച്ച് നിന്നെ രക്ഷിക്കാനാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ലൈഫിലെ ഓരോ വേദനകളും പ്രയാസങ്ങളും നഷ്ടവും അത് നമുക്കുള്ള ഒരു വാണിംഗ് ആയിരിക്കാം. അള്ളാഹു പറയുന്നുണ്ട്, മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. ഹൃദയത്തിനുള്ള രോഗങ്ങൾക്ക് ഔഷധവും വിശ്വാസികൾക്കുള്ള മാർഗദർശനവും കരുണയും. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ
ആ ഒരു വേക്കപ്പ് കോൾസ് കേൾക്കാം, മനസ്സ് തുറക്കാം, നമ്മുടെ പാപങ്ങളിൽ നിന്ന് മടങ്ങാം. അള്ളാഹുവിനോട് നിങ്ങൾ പറയുക, യാ അല്ലാ, ഞാൻ കേട്ടു, ഞാൻ മനസ്സിലാക്കി, ഞാൻ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.